ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂൺ മാസം 14 തീയതി വെള്ളിയാഴ്ച ദിവസം 1799 ഇടവ മാസം 31 തീയതി ഇന്ത്യൻ തീയതി ശ്രേഷ്ഠ മാസം 24 തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:08 അസ്തമയം വൈകുന്നേരം 6:33 നാളത്തെ തിഥി അഷ്ടമി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച പുലർച്ചെ 5:09 ഉത്രം നക്ഷത്രം അവസാനിക്കുന്ന സമയം ശനിയാഴ്ച രാവിലെ സൂര്യോദയമൊക്കെ കഴിഞ്ഞുള്ള 8:15 അപ്പോൾ ഈ സമയം വരെയും ഉത്രം നക്ഷത്രം ഉണ്ടായിരിക്കും. അഹോരാത്രം ഉത്രം നക്ഷത്രമുണ്ട്. അതുകൂടാതെ ശനിയാഴ്ച രാവിലെ ഉദയം കഴിഞ്ഞ് 8:15 വരെയും നക്ഷത്രമുണ്ടായിരിക്കും. അപ്പോൾ ശനിയാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രം നക്ഷത്രം തന്നെയാണ്. പിന്നീട് വരുന്ന അത്തം നക്ഷത്രം ഉദയാൽപരമായിട്ട് വന്നു ചേരുന്നത് ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് അത്തം നക്ഷത്ര സർവൈശ്വര്യ പൂജ നടക്കുന്നത്. ഉത്രം നക്ഷത്ര സർവൈശ്വര്യ പൂജ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കണം. സൂര്യോദയം കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ 5:09 ആരംഭിക്കുന്ന ഉത്രം നക്ഷത്രം ശനിയാഴ്ച സൂര്യോദയം കഴിഞ്ഞ് 8:15 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഉത്രം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കൂറിലാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്രം നക്ഷത്രത്തിൻ്റെ ഒരു പാദത്തിനെ ഉത്രം കാൽ എന്നാണ് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഉത്രം കാലിൻ്റെ സമയം ഞാനിവിടെ എടുത്തു പറഞ്ഞുതരാം. വെള്ളിയാഴ്ച പുലർച്ചെ 5:09 മുതൽ വെള്ളിയാഴ്ച ഉച്ചയോടെ അടുത്ത സമയം 11:09 വരെയുള്ള സമയമാണ് ഉത്രം കാൽ നക്ഷത്ര സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വെള്ളിയാഴ്ച പുലർച്ചെ 5:09 മുതൽ വെള്ളിയാഴ്ച ഉച്ചയോടെ അടുത്ത സമയം 11 മണി ഉച്ചയ്ക്ക് 11:09 വരെയുള്ള സമയമാണ് ഉത്രം കാൽ നക്ഷത്ര സമയം, അതായത് ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്രം നക്ഷത്ര സമയം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും ഉത്രം നക്ഷത്രത്തെക്കുറിച്ച് ജ്യോതിഷം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചിന്തിക്കാം. ഉത്രം നക്ഷത്രം ചിങ്ങക്കൂറിൽപ്പെട്ടതും കന്നിക്കൂറിൽപ്പെട്ടതുമായ നക്ഷത്രമാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കൂറിലും പിന്നീടുള്ള 3 പാദങ്ങൾ കന്നിക്കൂറിലുമാണ്. കന്നിക്കൂറിൽ ഉള്ള ഉത്രം നക്ഷത്രത്തെ ഉത്രമുക്കാലും എന്നാണ് ജ്യോതിഷം വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉത്രം കാലെന്നും ഉത്രം മുക്കാൽ എന്നും പൊതുവെ വിളിക്കപ്പെടുന്നു. അപ്പോൾ ഉത്രം നക്ഷത്രത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ഉത്രം നക്ഷത്രം എന്ന് പറയുന്നത് മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത മഹേശ്വരനാണ്. അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ മൃഗം ഒട്ടകമാണ്, ഭൂതം അഗ്നിയാണ്, പക്ഷി കാകനാണ്, വൃക്ഷം ഇത്തിയാണ്. സൂര്യദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ എല്ലാ ഉത്രം നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നിച്ചിരുന്ന ദശാകാലം സൂര്യദശാകാലം. സൂര്യദശാകാലത്തു കൂടിയാണ് ഉത്രം നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിന് ആരംഭം കുറിക്കുന്നത്. ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ച് അല്ലെങ്കിൽ ഉത്രം നക്ഷത്രത്തെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് ഈ നാളുകാർ പൊതുവെ അഭിമാനികളാണെന്നാണ് പറയുന്നത്. സാഹിത്യം, കല എന്നിവയിലുള്ള പ്രത്യേക കഴിവ് ഇവർക്കുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇങ്ങനെയുള്ള കഴിവുകൾ കൊണ്ട് ഉത്രം നക്ഷത്ര ജാതകർ മറ്റുള്ളവരുടെ ആദരവിനും അതുപോലെ തന്നെ അവരുടെ അഭിനന്ദനത്തിനുമൊക്കെ അർഹത ഉള്ളവരായിത്തീരുന്നു എന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ശുഭാപ്തി വിശ്വാസമുള്ളവരാണ് ഉത്രം നക്ഷത്ര ജാതകർ. വിശാല മനസ്കരാണ്. അതുപോലെ തന്നെ ഈ ഉത്രം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അവരുടെ ആരംഭം എളിയ നിലയിലാണെങ്കിൽ പോലും ക്രമേണ അവർ ഉയർന്ന് ഉന്നതമായ നിലയിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ സ്വന്തം പരിശ്രമം കൊണ്ടും ക്ഷമാശീലം കൊണ്ടുമൊക്കെ അവർ ഉന്നതമായ നിലയിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. പല സാഹചര്യങ്ങളെയും അവർ ക്ഷമയോടെ നേരിടും. അപ്പം അങ്ങനെ അവർ ജീവിതത്തിൽ ഉയർന്ന നിലയിൽ എത്തിച്ചേരും. വെല്ലുവിളികളെ അവർ വളരെ സഹാനുഭൂതിയോടും ക്ഷമയോടും കൂടിയാണ് നേരിടുന്നത്. അവർ അവിടെയൊക്കെയും വളരെ ധൈര്യത്തോടും സാമർഥ്യത്തോടും കൂടി പ്രതികരണശേഷി കാണിക്കാതെ അല്ലെങ്കിൽ തൊടുന്നതിനെല്ലാം പ്രതികരിച്ച് ശത്രുതാ മനോഭാവത്തോടുകൂടി ഒരു പ്രതിയോഗിയെപ്പോലെ പെരുമാറുന്നവരല്ല ഉത്രം നക്ഷത്ര ജാതകർ എന്നാണ് ജ്യോതിഷം പറയുന്നത്. വളരെ ക്ഷമയോടും സഹിഷ്ണുതയോടും കൂടി ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടെന്നാണ് പറയുന്നത്. ഈ നക്ഷത്ര ജാതകർ വ്യാപാര രംഗത്തൊക്കെ ശോഭിക്കുന്നവരാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവരുടെ വിവാഹ ജീവിതത്തിലും
ഇവർ നല്ല സുഹൃത്തുക്കളെപ്പോലെ പെരുമാറുന്നവരാണെന്നും ജ്യോതിഷം പറയുന്നു. ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം അത് വിജയത്തിലെത്തിക്കുവാൻ ആവോളം പരിശ്രമിക്കുന്നവരാണ് ഉത്രം നക്ഷത്ര ജാതകരെന്നും ജ്യോതിഷം പറയുന്നു. ഉത്രം നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകൾ ശാന്ത സ്വഭാവക്കാരാണ്, ഗൃഹഭരണ പാടവമുള്ളവരാണ്, നല്ല ബുദ്ധിശക്തി ഉള്ളവരാണ്, ബന്ധുക്കളോട് നല്ല സഹകരണത്തോടു കൂടി പെരുമാറുന്നവരാണ്, നല്ല സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ ഉള്ളവരാണെന്ന് ജ്യോതിഷം പറയുന്നു. ഈശ്വരഭക്തി അവർക്ക് വലിയൊരു വരദാനമായിട്ടാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനാണ് ഉത്രം നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകളെ ഈശ്വരൻ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും ജ്യോതിഷം പറയുന്നു. ചിത്തിര, വിശാഖം, തൃക്കേട്ട, പൂരിട്ടാതി, തിരുവാതിര എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉത്രം നക്ഷത്ര ജാതകർ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഉത്ര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലമാണ് സൂര്യദശാകാലം. ഈ സൂര്യദശാകാലം ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്രം കാൽ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം വലിയ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് സൂര്യൻ അനുകൂലമായ സ്ഥാനത്താണ് ഈ ഉത്രം കാൽ നക്ഷത്ര ജാതകർ ജനിക്കുന്നതെങ്കിൽ സൂര്യൻ അവർക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വാരിക്കോരി കൊടുക്കും. അതായത് ഉത്രം കാൽ നക്ഷത്രത്തിൻ്റെ ഗ്രഹനിലയിൽ സൂര്യൻ ഇഷ്ടഭാവത്തിലാണെങ്കിൽ അവർക്ക് വാരിക്കോരി കൊടുക്കും. എന്നാൽ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രനാലുള്ള 12ാം ഭാവത്തിൻ്റെ അധിപനാണ് ഈ സൂര്യൻ. അവരുടെ ജീവിതത്തിൽ അവർക്ക് പലവിധമായ നഷ്ടങ്ങളും കഷ്ടതകളും കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അവർക്ക് പഠിക്കാനുള്ള സാമർഥ്യം കുറവായിരിക്കും, ബുദ്ധി കുറവായിരിക്കും. അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമൊക്കെ ഉന്തിയും തള്ളിയുമൊക്കെയാണ് കടന്നു പോകുക എന്നുള്ളതാണ് അവിടെ ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഉത്രം കാൽ നക്ഷത്ര ജാതകരെ കുറിച്ച് ചിന്തിച്ചാൽ അവരുടെ ആരംഭം തന്നെ, അതായത് ഉത്രം കാൽ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടിയുടെ ഗ്രഹനിലയിൽ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് നല്ല ബുദ്ധിയും ജ്ഞാനവും കഴിവും ഒക്കെ കൊണ്ട് ആ ഉത്രം കാൽ നക്ഷത്ര ജാതകൻ ഉയർന്ന നിലയിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. ഉത്രം മുക്കാൽ നക്ഷത്ര ജാതകരാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊണ്ട് കാര്യമായ നേട്ടമൊന്നും വന്നു ചേരുകയില്ല. എങ്കിൽ പോലും അവർ ടെക്നിക്കലായിട്ടുള്ള മേഖലകളിൽ കൂടി അവരുടെ ജീവിതത്തിൽ ഉന്നതമായ നിലയിൽ എത്തിച്ചേരുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. ഈ സൂര്യദശാകാലം 6 വർഷമാണ്. 6 വർഷം എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഒരു 4 വർഷം കിട്ടിയാൽ പോലും തൊട്ടടുത്ത ദശാകാലം ചന്ദ്രദശാകാലമാണ്. അത് 10 വർഷമുണ്ട്. അപ്പോൾ 14 വയസ്സാകും. ഈ 14 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രദശാകാലം കഴിഞ്ഞാൽ പിന്നെ 7 വർഷം കുജദശാകാലമാണ്. 21 വയസ്സ്. 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രാഹു ദശാകാലമാണ്. അപ്പോൾ അവരുടെ തൊഴിൽ സംബന്ധിച്ചുള്ള അനുഭവങ്ങളൊക്കെ ഈ രാഹു ദശാകാലത്താണ് വരിക. അപ്പോൾ ഈ ഉത്തര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രാഹു ദശാകാലത്താണ് തൊഴിൽ കിട്ടുന്നതെങ്കിൽ അവർ വീട് വിട്ട് ദൂരെയുള്ള ജോലി സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുള്ളൊരു അനുഭവം അവരുടെ ജീവിതത്തിൽ വരും. അങ്ങനെ 4, 14, 7, 21, 21, 8, 29, 10, 39 വയസ്സ് വരെ രാഹു ദശാകാലമാണ്. ഈ രാഹു ദശാകാലത്ത് അവരുടെ വിവാഹമൊക്കെ നടന്നെന്ന് വരും. അപ്പോൾ ഈ സമയത്ത് അവർ വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യവും അവരുടെ ജീവിതത്തിൽ വരും. അവർക്ക് കിട്ടുന്ന ജോലിയൊക്കെ അത്തരത്തിലുള്ള ജോലിയൊക്കെ ആയിരിക്കും. അങ്ങനെ അവർ വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യം വരും. 39 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വ്യാഴദശാകാലമാണ്. വ്യാഴദശാകാലം 16 വർഷമുണ്ട്. 31, 6, 37, 10, 47. അപ്പോൾ 47 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 47 കഴിഞ്ഞാൽ പിന്നെ 19 വർഷം ശനിദശാകാലമാണ്. 49, 47, 9, 56, 10, 66 വയസ്സ് വരെ ശനിദശാകാലമാണ്. ശനിദശാകാലം കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ബുധദശാകാലമാണ്. ഈ ബുധദശാകാലം ഏറെക്കുറെ നല്ല അനുഭവങ്ങളിൽ കൂടി ഇവരുടെ ജീവിതം കടന്നു പോകുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് ഉത്രം മുക്കാൽ നാളുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശനിദശാകാലം വളരെ ശ്രേഷ്ഠമാണ്. തുടർന്നുള്ള ബുധദശാകാലവും ശ്രേഷ്ഠമാണ്. എന്നാൽ ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ ദശാകാലം അവർക്കത്ര അനുകൂലമായ ഒരു സമയമല്ല. അവരുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയം കൂടിയാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെ
ശനിയുടെ ദശാകാലവും ബുധൻ്റെ ദശാകാലവും ഒക്കെ കഴിഞ്ഞ് പിന്നെ കേതു ദശാകാലമാണ്. കേതു ദശാകാലം 7 വർഷമുണ്ട്. പിന്നെ ശുക്രദശാകാലം 20 വർഷമുണ്ട്. അങ്ങനെ അവരുടെ ജീവിതത്തിലെ ദശാകാലം അവസാനിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. ഉത്രം നക്ഷത്ര ജാതകരായിട്ടുള്ളവർ അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടത്, ഉത്രം നക്ഷത്ര ജാതകരെ അവരുടെ ജീവിതം ഉന്നതമായ നിലയിൽ എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഉത്രം നക്ഷത്ര ജാതകരുടെ ജീവിതത്തെ വഴിതിരിച്ചുവിടുന്ന 2 ഗ്രഹങ്ങളാണ് കുജനും ശുക്രനും. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉത്രം നക്ഷത്ര ജാതകനായ ഒരു കുട്ടിക്ക് 4 വയസ്സ് വരെ സൂര്യദശാകാലമുണ്ട്. പിന്നീട് 10 വർഷം ചന്ദ്രദശാകാലമാണ്. അപ്പോൾ 14 വയസ്സാവും. ഈ 14 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 7 വർഷമാണ് കുജദശാകാലം. ആ കുട്ടിയുടെ ഉന്നതമായ വിദ്യാഭ്യാസ കാലഘട്ട സമയമാണ് ഈ കുജദശാകാലം. ഉന്നതമായ വിദ്യാഭ്യാസം നേടുവാൻ ആ കുട്ടിക്ക് പ്രചോദനം നൽകുന്ന ഗ്രഹമാണ് ഈ കുജൻ എന്ന് പറയുന്ന ഗ്രഹം. ഈ ഗ്രഹം അനിഷ്ടസ്ഥാനസ്ഥിതിയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ കൂടി ഉന്നതമായ നിലയിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് കുജൻ്റെ സ്വാധീനം അമിതമായിട്ടുള്ള ഒരു ജാതകനാണെങ്കിൽ ഭയങ്കര ദേഷ്യവും കോപവും അതുപോലെ തന്നെ മാതാപിതാക്കളുമായി കലഹവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അവിടെ അതൊക്കെ നോക്കി മനസ്സിലാക്കി ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹനിലയാണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ആ സമയത്ത് ചെയ്തു പോകണം. 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഗ്രഹമാണ് രാഹു. കാരണം ഈ സമയത്ത് ഇവർക്ക് നല്ല തൊഴിൽപരമായ നേട്ടമൊക്കെ ലഭിക്കേണ്ട സമയമാണ്. ദാമ്പത്യ ജീവിതം ആരംഭിക്കേണ്ട സമയമാണ്. വിവാഹ ജീവിതം ആരംഭിക്കേണ്ട സമയമാണ്. അപ്പോൾ ഇതൊക്കെ രാഹുവിനെ കേന്ദ്രീകരിച്ചായിരിക്കും ആ സമയം പോകുന്നത്. അപ്പോൾ ഈ രാഹുവും പ്രത്യേകിച്ച് കുജനുമൊക്കെ ഇഷ്ടഭാവത്തിലാണോ നിൽക്കുന്നതെന്ന് ചിന്തിക്കണം. അങ്ങനെ ദോഷം ചെയ്യുന്ന സാഹചര്യത്തിലാണെങ്കിൽ അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് ഈ കുട്ടികളെ വളർത്തിയെടുക്കണം എന്നുള്ളതാണ് മാതാപിതാക്കളോട് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഇതൊക്കെ മാതാപിതാക്കളാണ് അറിഞ്ഞിതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോയാൽ മാത്രമേ ഉത്രം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നേട്ടം ഉണ്ടാകുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് മാതാപിതാക്കളാണ് ഈ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ ഒന്നും അറിയാൻ മേലാത്ത പ്രായം. അവരൊന്നും ജ്യോതിഷത്തെ വിശ്വസിക്കത്തില്ല, അംഗീകരിക്കത്തില്ല. എന്നാൽ ചില മാതാപിതാക്കളും ജ്യോതിഷത്തെ അംഗീകരിക്കാത്തവരുമുണ്ട്. അപ്പോൾ അവൻ എങ്ങനെയെങ്കിലും പോട്ടെ, ഏതെങ്കിലും നിലയിൽ പോട്ടെ, അടിച്ച വഴി പോണില്ലെങ്കിൽ പോണ വഴി അടിക്കട്ടെ എന്നൊക്കെ പറയും. അടിക്കാതെയാണ് പറയുന്നത്. അടിച്ച വഴി പോകാൻ വേണ്ടി അവർ ശ്രമിക്കത്തില്ല എന്നുള്ള കാര്യം കൂടിയാണ് അറിഞ്ഞിരിക്കണം. അവർ അത് അടിച്ച വഴി എന്ന് പറയുന്നത് അവർ ഈ കുട്ടിയുടെ ഗ്രഹനില നോക്കി അതിൻ്റെ ദോഷങ്ങളൊക്കെ മനസ്സിലാക്കി പ്രായശ്ചിത്തമൊക്കെ ചെയ്തിട്ട് ആ കുട്ടിയെ നല്ല നിലയിൽ വിടുവാനായിട്ട് നല്ല നിലയിൽ എത്തിച്ചേരുവാൻ വേണ്ടി അവർ പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിക്കാതെ ഇവർ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനിയും ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളത്തെ നക്ഷത്ര ദിവസം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്ര ദിവസമാണ്. ആരുടെയൊക്കെ ജീവിതത്തിലാണ് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. പുണർദം, ആയില്യം, കാർത്തിക, രോഹിണി, പൂരാടം, ഉത്രാടം, പൂരം എന്നീ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പുണർദം, ആയില്യം, കാർത്തിക, രോഹിണി, പൂരാടം, ഉത്രാടം, പൂരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന, നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് മകം, പൂയം, തിരുവാതിര എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനുള്ളതെന്നും മനസ്സിലാക്കുക. അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാർ സൂക്ഷിക്കുക. ബാക്കിയുള്ളവർക്കെല്ലാം സാധാരണ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവം തന്നെയായിരിക്കും എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ ഇംഗ്ലീഷ് മാസ തീയതി എന്ന് പറയുന്നത് 14 അതിനെ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 5 വരും. ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 5 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. കൂടുതൽ മെച്ചപ്പെട്ട നല്ല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി ഇളം നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതിയെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. മാത്രമല്ല, പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ EHNX എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ നാളത്തെ ദിവസം ജീവിതത്തിൽ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും താല്പര്യത്തോടു കൂടി കാണുക. നക്ഷത്രഫലം മേടക്കൂറാണ്. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് സുഖം, സ്വസ്ഥത, ദേഹതന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണെന്ന് പറയാം.
തൊഴിൽപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാഹചര്യം അനുകൂലമായി വന്നു ചേരും. നല്ല രീതിയിൽ അവർ സംസാരിക്കും. ധനപരമായ നേട്ടം അവരിലുണ്ടാകും. അവർക്ക് അവരെക്കുറിച്ചൊരു ശുഭാപ്തി വിശ്വാസമുണ്ടാകുന്നൊരു ദിവസമാണ്. മാതാവിനെക്കുറിച്ച് ചിന്തിച്ചാൽ മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അത്ര അനുകൂലമല്ല. മാതാവ് മുഖേനയുള്ള തിക്താനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിതാവ് മുഖേനയുള്ള തിക്താനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ അവരുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയോ വിവാഹം ആലോചിച്ചുറപ്പിച്ച് വച്ചിരിക്കുന്ന പെൺകുട്ടിയോ അല്ലെ ആൺകുട്ടിയോ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം. സന്തോഷം ഇവർ മുഖേനയുള്ള സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളതും പ്രത്യേകം അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകനും 2 പാദം നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹതന്മായ ഏറെക്കുറെ അനുകൂലമാണ്. തൊഴിൽപരമായ നേട്ടമാണ് ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യം. അവർക്ക് നാളത്തെ ദിവസം അവർക്ക് ആരോഗ്യം മെച്ചമായിരിക്കും. നല്ല അറിവുള്ളവരെ പോലെ അവർ പെരുമാറും. കീർത്തിയും പ്രശസ്തിയുമൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെങ്കിൽ കലഹത്തിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. അഭിപ്രായ വ്യത്യാസമോ കലഹമോ ആണ് അവരെ നാളത്തെ ദിവസം തളർത്തിക്കളയുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ മാനസികമായും ശാരീരികമായുള്ള പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരാം. ചിലർക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും വന്നു ചേരണമെന്നുമില്ല. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്, പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. അതുപോലെ തന്നെ ശത്രുതയ്ക്കും കലഹത്തിനുമൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. ധനപരമായ നേട്ടം, കീർത്തി, നേതൃപാടവം, നല്ല ദാമ്പത്യ ജീവിതം, അങ്ങനെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ഫലങ്ങൾ, നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ലെങ്കിൽ പോലും മാതാവിനെ കൊണ്ട് അവർക്ക് നേട്ടം വന്നു ചേരുന്ന മാതൃ സ്വത്തൊക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതിയും മെച്ചമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതംകാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും. പല കാര്യങ്ങളെയും കുറിച്ച് ഓർത്ത് വിഷാദിക്കുമെങ്കിലും ആ വിഷാദമൊക്കെ അകന്നു പോകാൻ വേണ്ടി നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നല്ല അനുഭവങ്ങൾ വന്നു ചേരും. അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം സമ്മിശ്രമായ ഗുണാനുഭവങ്ങളോടുകൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. തൊഴിൽപരമായ നേട്ടമൊക്കെ ഉണ്ട്. എങ്കിലും അവർക്ക് മാതാവിൻ്റെ സ്ഥിതിയെക്കുറിച്ചുള്ള മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്വത്ത് സംബന്ധിച്ചതായിട്ടുള്ള ചില വിഷമസ്ഥിതികൾ കൂടി അവർ കടന്നു പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. ദാമ്പത്യ ജീവിത സുഖം അത്ര തൃപ്തികരമല്ലെങ്കിലും ധനപരമായുള്ള നേട്ടം, കാര്യം വിജയിക്കാൻ വേണ്ടിയുള്ള കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ ഏറെക്കുറെ ഗുണകരമായ അനുഭവങ്ങളും ഏറെക്കുറെ ദോഷം വന്നു ചേരുന്ന അനുഭവങ്ങളുമൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ നാളത്തെ ദിവസം അവരുടെ ഒട്ടുമിക്ക കാര്യങ്ങളിലും തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ വന്നു ചേരാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകും. തൊഴിൽപരമായ മേഖലകളിൽ പ്രശ്നങ്ങളുണ്ടാകാം. ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം. അങ്ങനെ സകല വിധത്തിലുള്ള പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ കടന്നു വരാവുന്ന ഒരു സമയമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ മാതാവ് മുഖേനയുള്ള ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മാതാവ് മുഖേനയുള്ള ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അവർക്ക് കൂടുതൽ പ്രചോദനം നൽകുന്ന കാര്യം. തൊഴിൽപരമായുള്ള നേട്ടവും അവർക്കുണ്ടെങ്കിലും പക്ഷെങ്കിൽ തൊഴിൽ രംഗത്ത് പലവിധമായ പ്രതിസന്ധികൾ വന്നു ചേരുന്നുണ്ട്. തൊഴിൽ കൂടെയുള്ള നേട്ടം അവർക്ക് പൂർണ്ണമായ അനുഭവത്തിൽ വന്നു ചേരുന്നൊരു സമയവുമല്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ചിലരെ സംബന്ധിച്ചുള്ള തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുക ഇല്ല എങ്കിൽ പോലും കൂടുതൽ ആൾക്കാർക്കും തൊഴിൽ മേഖലകളിൽ, തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ കുടുംബത്തിലെ സ്ഥിതിയൊന്നും തൃപ്തികരമായ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നേട്ടങ്ങളൊക്കെ തൊഴിലിടങ്ങളിൽ നിന്നുമൊക്കെ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് ധനപരമായ നേട്ടം, കുടുംബത്തിൽ നിന്നുള്ള സന്തോഷകരമായ അനുഭവങ്ങളൊക്കെ അവർ പ്രതീക്ഷിക്കുന്നതിലുപരിയായിട്ടുള്ള നേട്ടങ്ങൾ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്.
പ്രത്യേകിച്ച് ധനപരമായുള്ള നേട്ടവും കുടുംബത്തിൽ നിന്നുള്ള നല്ല അനുഭവങ്ങളുമാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം ചോതി വിശാഖ 3/4 നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനൻ മാത്രം അനുകൂലമായ ദിവസമല്ല. പല വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ അവർക്ക് കൃഷിയിൽ നിന്നുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. സമ്പാദ്യങ്ങൾ കൊണ്ടുള്ള ഗുണകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെങ്കിലും മറ്റു വിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും അവരെ അലട്ടുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ചിലർക്കുടെയൊക്കെ ജീവിതത്തിൽ ഭാഗ്യകരമായ അനുഭവങ്ങളും നാളത്തെ ദിവസം വന്നു ചേരാം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെയാണ് നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4 അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാം, തൊഴിൽപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അവർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനോ സ്വരച്ചർച്ചക്കുറവിനൊക്കെ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഏറെക്കുറെ സാമാന്യമായ സ്ഥിതിയിൽ കൂടി പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മക്കളുടെ സ്ഥിതി സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഏറെക്കുറെ നല്ല അനുഭവങ്ങളിൽ കൂടിയാണ് മക്കളെ കൊണ്ട് അവർക്കുണ്ടാകുന്നതെന്നും മനസ്സിലാക്കുക. അപ്പോൾ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. പ്രത്യേകിച്ച് പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ലെങ്കിൽ പോലും മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമായൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണ്. മാതാവ് മുഖേനയുള്ള നേട്ടങ്ങളും അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം 4 നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം ദാമ്പത്യ സുഖമൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. ഭാര്യാസുഖം, കുടുംബസുഖം, ഭർത്തൃസുഖം, സന്താനഭാഗ്യം എന്നിവയൊക്കെ നല്ല അനുകൂലമായി അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ന്യായമായ രീതിയിൽ ലഭിക്കുന്നൊരു ദിവസം കൂടിയാണ്. അപ്പോൾ നാളത്തെ ദിവസം ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം 4 നാളുകാർക്ക് ജീവിതത്തിൽ തൊഴിൽപരമായുള്ള നേട്ടവും കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത സുഖം ഏറെക്കുറെ നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, 3/4, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് തൊഴിൽ ഗുണം അവർക്കുണ്ടാകുന്ന ദിവസമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പലർക്കും ശാരീരികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഇനിയിപ്പോൾ അതൊക്കെ മാറുന്നൊരു സമയമാണ് വന്നു ചേരുക. പലർക്കും നടുവേദന, ഈ പെടലിക്ക് വേദന, അങ്ങനെ കൈകാൽ മുട്ടിന് വേദന, അങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയൊക്കെ അവർ കടന്നുപോയ ദിവസമാണെങ്കിൽ അതൊക്കെ ഇനി മാറും. ഇനിയിപ്പോൾ അവർക്ക് ശാരീരികമായ നല്ല ഒരു അനുഭവം വന്നു ചേരാൻ പോകുന്നൊരു സമയം കൂടിയാണ് കടന്നു വരുന്നത്. അപ്പോൾ നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടം, കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഭംഗിയായിട്ട് നടക്കുന്നൊരു ദിവസമാണ്. മാതാവ് മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നല്ല അനുഭവങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും നാളത്തെ ദിവസം പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൊരുട്ടാതി 3/4 നാളുകാർക്ക് നാളത്തെ ദിവസം സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളെ ദിവസം വന്നു ചേരുക. പലർക്കും ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, കഷ്ടതകൾ, പ്രയാസങ്ങൾ ഒക്കെ വന്നു ചേരാം. എങ്കിലും നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ രാജയോഗ തുല്യമായ അനുഭവങ്ങളും അവർക്ക് ഭാഗ്യം കൊണ്ട് വന്നു ചേരുന്നൊരു ദിവസവുമാണ്. അപ്പോൾ ഇങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും. ചിലർക്കൊക്കെ നല്ല അനുഭവങ്ങൾ, ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാം. ചിലർക്ക് ആ സമയത്ത് ശാരീരികവും മാനസികവുമായ കഷ്ടതകളും പ്രയാസങ്ങളും അലച്ചിലും ഞെരുക്കവും ഒക്കെ ആയിരിക്കും വന്നു ചേരുക. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അല്ലെങ്കിൽ 2 രീതിയിലുള്ള അനുഭവങ്ങളാണ് നാളത്തെ ദിവസം ഈ കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൊരുട്ടാതി 3/4 നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. തൊഴിൽ കൊണ്ടുള്ള ഗുണം കാര്യമായ രീതിയിൽ വന്നു ചേരില്ല എങ്കിൽ പോലും ഭാഗ്യം കൊണ്ട് ഭാഗ്യകരമായ അനുഭവങ്ങൾ, രാജയോഗ തുല്യമായ അനുഭവങ്ങൾ വരെ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്നൊരു ദിവസവുമാണ് എന്നുള്ളത് കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, കാലുത്രുട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനൻ മാത്രം അനുകൂലമല്ല. കുടുംബസുഖ കുറവ് വരും, ധനസ്ഥിതി മോശമാകാനിടയുണ്ട്. കടം വാങ്ങിക്കേണ്ടി വരും, സ്വർണം പണയം വെക്കേണ്ട ആവശ്യം വരും, ഭർത്തൃ വീട്ടുകാരിൽ നിന്നോ ഭാര്യ വീട്ടുകാരിൽ നിന്നോ സഹായം തേടേണ്ടി വരും. പലവിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരാം. എന്നാൽ ചിലരെ സംബന്ധിച്ചോളം മാനസികവും ശാരീരികവുമായ സ്ഥിതി മെച്ചമായിരിക്കും. മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവർ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത സുഖമൊക്കെ വന്നു ചേരും. തൊഴിൽപരമായ നേട്ടമൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട്. അങ്ങനെ
സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ നാളുകാർക്ക് വന്നു ചേരുക. കുറേ ആൾക്കാർക്ക് നല്ല അനുഭവങ്ങളും കുറേ ആൾക്കാർക്ക് മോശമായ അനുഭവങ്ങളും ആയിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് വന്നു ചേരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാളത്തെ ദിവസം വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുടെ കൂടെ മഹാദേവനുണ്ട്. മഹാദേവൻ്റെ കരുണയും അനുഗ്രഹവുമൊക്കെ ഉണ്ടാകും. തീർച്ചയായിട്ടും ഭയപ്പെടാതെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക. ഇന്നത്തെ കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം നാളെ അതെല്ലാം മാറും. നാളത്തെ ദിനം നമുക്ക് ശുഭദിനമായി തന്നെ മഹാദേവൻ നൽകും. വിശ്വസിക്കുക. വിശ്വാസത്തോടു കൂടി ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലുക. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരെല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.